സ്നാപകൻ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം ചെവി തുറന്ന് കേട്ടോണം. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന മഹാജനത്തോട് ഞാൻ ചോദിക്കുന്നു, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്ത് ഭരിക്കുന്നെങ്കിൽ, ജഡരക്തങ്ങളോടാകട്ടെ മാംസരക്തങ്ങളോടാകട്ടെ ആലോചന ചോദിക്കാതെ തൻ്റെ ഇടത്തോടെ നിങ്ങൾക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞ് പാസ്റ്റർ ആശീർവാദം പറയും. അങ്ങനെ ആരും പോവാറില്ല. സ്തോത്രം. ഇവിടെ സ്നാനക്കടവിൽ നിൽക്കുന്ന പാസ്റ്റർ ചോദിച്ചു, ഈ കൂടി നിൽക്കുന്ന ജനസമൂഹത്തോട് ഞാൻ ചോദിക്കുന്നു, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്ത് ഭരിക്കുന്നെങ്കിൽ, ജഡരക്തങ്ങളോടോ മാംസരക്തങ്ങളോടോ ആലോചന ചോദിക്കാതെ തൻ്റെ ഇടത്തോടെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വരാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പനങ്ങ് ഇറങ്ങി ചെന്നൊരു സ്തോത്രം പറഞ്ഞാൽ. പാസ്റ്റർ ചോദിച്ചു, അർജുനൻകുട്ടി കുളിക്കാൻ വന്നതാണോ? അല്ല, സ്നാനപ്പെടാൻ വന്നതാ. സ്തോത്രം. അത് കഴിഞ്ഞ ആഴ്ച ചീട്ട് കളിക്കാൻ കോറം തികയാതെ ഇങ്ങോട്ട് വന്നിരുന്നപ്പോൾ ആരാധന ഒറ്റ ദിവസമല്ല, ഇത് അങ്ങനെ പോരാ, ഇതിന് കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള മനസ്സിലുള്ള ജ്യോതി എങ്ങനെ സ്വർഗത്ത് പോകാമെന്നാ, ഇതായിരുന്നു ഇതിൻ്റെ പരിപാടിയല്ലേ, എന്നാൽ എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ കൂടിയിരിക്കുന്ന മൂപ്പന്മാർ കൃപയുള്ളവർ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഒരാത്മാവിൻ്റെ വിലയല്ലേ. ആ മനുഷ്യൻ ഇന്ന് മരിച്ചുപോയ പാസ്റ്റർ വില പറയൂ. പുള്ളിക്ക് അങ്ങ് ടെൻഷനുമായി. പുള്ളി അവസാനം ഒരു കാര്യം ചെയ്തു, 1/2 മണിക്കൂർ ആ വെള്ളത്തിൽ വെച്ച് ഗ്ലാസ് എടുത്തിട്ട് എൻ്റെ അപ്പനെ സ്നാനപ്പെടുത്തുന്നത്. സ്നാനപ്പെട്ട് കയറിയപ്പോൾ എൻ്റെ അപ്പൻ്റെ കാര്യം മനസ്സിലാകുന്നത്, എല്ലാവർക്കും ഇവിടെ ഒരു ചൂടി ഡ്രസ്സും ഉണ്ട്, എൻ്റെ അപ്പൻ അതും എടുത്തിട്ടില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ എന്ന് വെച്ചാൽ പ്രീ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. വെച്ചാൽ ഇന്ന് രാത്രിയിലെ പടച്ച തമ്പുരാൻ നിന്റെ ഹൃദയത്തോട് ഇടപെടുന്നെങ്കിൽ സാഹചര്യം ഒന്നും നോക്കണ്ടതേ, സ്നാനത്തൊട്ടി റെഡിയാ, സ്നാനപ്പെടാൻ അഭിഷക്തന്മാർ പുറകിലുണ്ട്. ഇന്ന് രാത്രി മനസ്സുകൊണ്ടൊരു തീരുമാനമെടുക്കാമെങ്കിൽ ആത്മാവ് ജീവൻ രക്ഷ പ്രാപിക്കുന്നൊരു ദൂത് ഞാൻ പറയാ, സ്നാനത്തിനകത്ത് നീ മുങ്ങിപ്പോകുമ്പോ യേശുവിന്റെ മരണത്തിന്റെ പങ്ക്